ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനമാണ് നാം ഇനി തുടർന്ന് ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനം, ഒന്നാം അധ്യായം, ആദ്യത്തെ 5 വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട്, ധ്യാനിക്കുവാനായിട്ട് സമയമെടുക്കാം. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെയും നമ്മുടെ പ്രത്യാശയായ ക്രിസ്തുയേശുവിന്റെയും കൽപ്പന പ്രകാരം ക്രിസ്തുയേശുവിന്റെ അപ്പസ്തോലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിന് എഴുതുന്നത്. പൗലോസ് അപ്പസ്തോലൻ ആരുടെ കൽപ്പനയാലാണ്, ആർക്കാണ് എഴുതുന്നത്? അത് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. പൗലോസ് അപ്പസ്തോലൻ അങ്ങനെ ഇരിക്കുമ്പോൾ തിമോത്തിയോസിന് എന്നാൽ പിന്നെ ഞാൻ രക്ഷയിലേക്കൊക്കെ നയിച്ച ഒരാളാണല്ലോ, എൻ്റെ സഹപ്രവർത്തകനാണല്ലോ, ഒരു കത്തെഴുതിയേക്കാം എന്ന് തൻ്റെ ഹൃദയത്തിൽ തോന്നിയതായ ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല, മറിച്ച് പിതാവും പുത്രനും, അതായത് രക്ഷിതാവായ ദൈവത്തിന്റെയും നമ്മുടെ പ്രത്യാശയായ ക്രിസ്തുയേശുവിന്റെയും കൽപ്പന പ്രകാരം ആണ് പൗലോസ് അപ്പസ്തോലൻ തിമോത്തിയോസിന് ഈ ലേഖനം എഴുതുന്നത്. അതിന്റെ അർത്ഥം ഒരു ദൈവിക ഇടപെടൽ ഈ ഒരു ലേഖനം എഴുതുന്നതിലുണ്ട് എന്നാണ്. അതല്ലാതെ തനിക്ക് പൗലോസ് അപ്പസ്തോലന് തന്റെ താല്പര്യത്തിൽ തോന്നിയതായിട്ടുള്ള ഒരു കാര്യമല്ല. അതുപോലെ തന്നെ എല്ലാ ആത്മീക ശുശ്രൂഷകളുടെയും പിറകിൽ ഒരു ദൈവികമായ നിയോഗത്തിന്റെ ആവശ്യമുണ്ട്. ഇത് ഒരു ലേഖനം എഴുതുകയാണ്. ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവനായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരം ഒരു ലേഖനം എഴുതുകയാണ്. അതേ പ്രമാണം, അതിൽ നിന്നും നമുക്കൊരു പ്രമാണം എടുക്കുവാനായിട്ട് സാധിക്കുന്നത് നാം ആത്മീയമായിട്ടുള്ള എന്ത് ശുശ്രൂഷകൾ ചെയ്താലും, നാം ആത്മീയ കാര്യങ്ങളെ കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ഒക്കെ അതിന്റെ പിന്നിൽ ഒരു നിയോഗം ദൈവത്തിൽ നിന്നും നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. അതിന് കാരണം എന്താണ് എന്ന് വെച്ചാൽ, ദൈവവചനം ആണ് നമ്മൾ കയ്യിലെടുക്കുന്നത്. അതിന്റെ ദൈവവചനത്തിന്റെ ഉടയവൻ എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. നാം സംസാരിക്കുന്ന വചനത്തോട് കൂടെ ദൈവാത്മാവിന്റെ ശക്തിയും വ്യാപരിക്കേണ്ടത് ആവശ്യമാണ്. അതല്ലാതെ ഏതെങ്കിലും പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമല്ല ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ ബൈബിൾ എന്ന് പറയുന്നത്. ഒരു പാഠപുസ്തകം പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കാനായിരുന്നുവെങ്കിൽ വളരെ എളുപ്പമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല ദൈവവചനമായിട്ടിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാമല്ലോ. ഞങ്ങളുടെ വചനങ്ങൾ സാക്ഷാൽ ദൈവവചനമായി നിങ്ങൾ കൈക്കൊണ്ടതുപോലെ എന്ന് നമ്മൾ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം പഠിച്ചപ്പോൾ ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ സാക്ഷാൽ അത് ദൈവവചനമാകണമെങ്കിൽ അതിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവും ശക്തിയും ഉണ്ടായിരിക്കണം എന്ന് ആ ലേഖനം പഠിച്ചപ്പോൾ നാം അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ്. അപ്പോൾ ഇവിടെയും ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് അപ്പസ്തോലൻ എഴുതുന്നതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് ദൈവിക നിയോഗമാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുന്നത്. നമുക്ക് നമ്മുടെ താല്പര്യങ്ങളോ നമ്മുടെ കാഴ്ചപ്പാടുകളോ അതല്ല എങ്കിൽ നമ്മളുടേതായിട്ടുള്ളത് എന്തെങ്കിലും ഈ ദൈവവചനത്തിന്റെ മറവിൽ പറയുവാനായിട്ടും ഒരിക്കലും പാടുള്ളതല്ല. ഇന്ന് അനേകരും ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ദൈവവചനം എടുത്ത് അതിൽ നിന്നൊരു വാക്യമോ അല്ലെങ്കിൽ 2 വാക്യങ്ങളൊക്കെ വായിച്ചതിന് ശേഷം അവർ സംസാരിക്കുന്നത് ഒത്തിരി ലൗകികമായിട്ടുള്ള ലോകപ്രകാരമായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ വചനത്തിന്റെ നിർമ്മലമായിട്ടുള്ള സത്യങ്ങളെ അല്ല പലപ്പോഴും പ്രസംഗിക്കുന്നത്. വചനം അത് അതിന്റെ ശക്തിയോടെ ചെല്ലുമ്പോൾ അത് ഹൃദയങ്ങളെ തകർക്കുന്നതും അത് മനുഷ്യരെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതുമാകണം. അതല്ല, അത് അങ്ങനെ ആയിരിക്കുന്നതുകൊണ്ട് ദൈവജനത്തിന്റെ പ്രത്യേകത എങ്ങനെയാണ്? അത് മനുഷ്യനെ മാനസാന്തരത്തിലേക്കും
ദൈവഭയത്തിലേക്കും നയിക്കേണ്ടതാണ്, നയിക്കുന്നതുമാണ്. അപ്പോൾ അതിന് തയ്യാറുള്ള ഹൃദയങ്ങൾക്ക് മാത്രമേ ദൈവവചനം രുചികരമായി തോന്നുകയുള്ളൂ. ദൈവവചന പഠനം നമുക്ക് ഒരു ബോറായി തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവവചനം സ്വീകരിക്കുവാനായിട്ടുള്ള ഒരു പുതുക്കപ്പെട്ട ഹൃദയം നമ്മുടെ ഉള്ളിൽ ഇല്ല. അതിനോട് നിഷേധാത്മകമായിട്ടുള്ള നിലപാട് പുലർത്തുന്നതായിട്ടൊരു ഹൃദയമാണ് ഒരുപക്ഷെ നമ്മളിലുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ആളുകൾക്ക് അതിനകത്ത് കേൾക്കാൻ ഇമ്പം തോന്നുകയില്ല. അപ്പോൾ പിന്നെ ആളുകളെ കേൾപ്പിക്കണമെങ്കിൽ, കേൾവിക്കാരെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനോടുകൂടി തമാശകളും കഥകളും കവിതകളും ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ ചേർത്ത് ഒരു അവിയൽ പരുവത്തിൽ കൊടുക്കുമ്പോഴാണ് ആളുകൾക്ക് അത് രസിക്കുന്നത്. ദൈവവചനം പ്രസംഗിക്കുന്നത് വഴി ആളുകളെ രസിപ്പിക്കുക, കൂടുതൽ ആൾക്കാരെ, കേൾവിക്കാരെ കിട്ടുക എന്നുള്ളതാണ്. അതിലാണ് ദൈവവചന പ്രസംഗത്തിന്റെ വിജയമായിട്ട് ഇന്ന് ലോകത്തിൽ, ക്രിസ്തീയ ലോകത്തിൽ ആളുകൾ കണക്കാക്കുന്നത്. എന്നാൽ അതിലൊരു വിജയവുമില്ല. അങ്ങനെ ക്രിസ്തീയ സന്ദേശങ്ങൾ കേൾക്കുന്നതിന്റെ ഫലമായിട്ട് ക്രിസ്തീയ ജീവിതത്തിൽ വലിയ രൂപാന്തരവും ഒക്കെ വരുമായിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ 4-5 വർഷം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എത്രയോ വചനപ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ ക്രിസ്തീയ സഭകളൊക്കെയും എത്രയോ നന്നായി പോയേനെ എന്ന് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. എന്നാൽ ദൈവവചനത്തെ സ്വീകരിക്കുവാൻ കഴിയുന്ന ഒരു ഹൃദയവും ആ ദൈവവചനത്തോടു കൂടി അത് പ്രസംഗിക്കുമ്പോൾ അതിനോടുകൂടി പരിശുദ്ധാത്മാവിന്റെ ശക്തിയും പ്രവർത്തനവും ഇല്ല എങ്കിൽ അത് കേവലം വ്യർത്ഥമായ ഒരു പരിപാടിയായിട്ട് മാറും എന്നുള്ളതാണ്. കേൾവിക്കാരും കർത്താവെ അരുളി ചെയ്യണമേ അടിയൻ ഇതാ എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി ആയിരിക്കണം ദൈവവചനത്തിന്റെ മുമ്പാകെ ഇരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ അത് അവർക്ക് ഉപകാരമായി വരികയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, ഇവിടെ തിമോത്തിയോസിനെ കുറിച്ച് വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിന് എഴുതുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് അറിയാമല്ലോ. തിമോത്തിയോസിനെ വിശ്വാസ വഴിയിലേക്ക് നടത്തിയത് പൗലോസ് അപ്പോസ്തലനാണ്. നിജപുത്രൻ എന്ന് പറഞ്ഞാൽ സത്യമായും എന്റെ പുത്രനാണ്, അതിനെക്കുറിച്ചൊരു സംശയമില്ല എന്നുള്ള നിലയിലാണ് നിജപുത്രൻ എന്നുള്ളതായിട്ടുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ദൈവസഭയിലെ ദൈവമക്കൾ തമ്മിലുള്ളതായ ബന്ധം എന്ന് പറയുന്നത് അത് അപ്പൻ, അമ്മ, മക്കൾ, സഹോദരി, സഹോദരന്മാർ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വലിയ ശ്രേഷ്ഠമായ ബന്ധമാണ്. ഈ ലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ആ കാര്യം പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. മൂത്തവരെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും, മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും, ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്കുക. എന്നാൽ അവിടെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ വിചാരിക്കുന്നു കുഞ്ഞുങ്ങളെ മക്കളെ പോലെ എന്നാണ് അങ്ങനെ പറയുകയാണെങ്കിൽ പറയേണ്ടത്. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിലും പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്റെ പ്രിയ മകനായ തിമോത്തിയോസിന്, പ്രിയ മകനായ തിമോത്തിയോസ്. അപ്പോൾ തിമോത്തിയോസും പൗലോസ് അപ്പോസ്തലനും തമ്മിൽ ഉണ്ടായിരുന്നതായ പിതാവ് പുത്രൻ ബന്ധം എന്ന് പറയുന്നത് എത്ര ഊഷ്മളമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതേ ഊഷ്മളമായ ബന്ധമാണ് സഭയിൽ എല്ലാവരും തമ്മിൽ അന്യോന്യം ഉണ്ടായിരിക്കേണ്ടത്. സഭ എന്ന് പറയുന്നത് ഒരു കൂട്ടുകുടുംബം പോലെയാണ്. അവിടെ അപ്പന്മാരുണ്ട്, അമ്മമാരുണ്ട്, മക്കളുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അവരൊക്കെ നമുക്ക് പ്രിയരും ആയിരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിനെ ഒരു സഭ എന്ന് വിളിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നിജപുത്രൻ എന്നും പ്രിയ മകനും എന്നും ഒക്കെ തിമോത്തിയോസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ, എൻ്റെ പ്രിയ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി, എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ അപ്പനും അമ്മയും, അപ്പന്മാരും അമ്മമാരും എന്നൊക്കെ പറയുവാൻ നമുക്ക് കഴിയുന്നിടത്താണ് യഥാർത്ഥത്തിൽ ഒരു ദൈവികമായ പ്രവർത്തനം നമ്മുടെ ഉള്ളിൽ നടക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് എന്ന് പറയുന്നു. പതിവ് പോലെ അപ്പോസ്തലൻ ഒരു ആശംസയാണ് ആദ്യം പറയുന്നത്. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും
നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിൽ നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. കഴിഞ്ഞ ലേഖനം ആരംഭിച്ചപ്പോഴും അവസാനിപ്പിച്ചപ്പോഴും ഇതിനെ സംബന്ധിച്ച് നാം ചിന്തിച്ചതാണ് എന്നുള്ളതുകൊണ്ട് അതിലേക്ക് നാം കൂടുതൽ കിടക്കുന്നില്ല. മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണം എന്ന് ഞാൻ മക്കെദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ചിലരോട് ആജ്ഞാപിക്കണം, ആ വാക്ക് നാം ശ്രദ്ധിക്കണം. ചിലരോട്, എഫെസോസിലുള്ള ചില ആളുകളോട് നീ ആജ്ഞാപിക്കണം അല്ലെങ്കിൽ കൽപ്പിക്കണം. ഈ കൽപ്പിക്കണം എന്ന് പറയുന്നതായ കൽപ്പന ദൈവത്തിന്റെ രക്ഷിതാവായ ദൈവത്തിൽ നിന്നും പ്രത്യാശയായ ക്രിസ്തുയേശുവിൽ നിന്നും ആണ് ലഭിച്ചത് എന്നൊന്നാം വാക്യത്തിലുണ്ടല്ലോ. രക്ഷിതാവായ ദൈവവും പ്രത്യാശയായ ക്രിസ്തുയേശുവും പൗലോസ് അപ്പോസ്തലനോട് കൽപ്പിക്കുകയാണ്, തിമോത്തിയോസിനോട് പറയണം എഫെസോസിൽ താമസിച്ച് അവിടെയുള്ള ചില ആളുകളോട് ചിലത് ആജ്ഞാപിക്കാനായിട്ട്. അപ്പോൾ എന്താണ് ആജ്ഞാപിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, അന്യത ഉപദേശിക്കരുത്. എന്താണ് ഈ അന്യത ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ? അന്യത ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലനൊക്കെ പഠിപ്പിച്ചതായിട്ടുള്ള ഉപദേശത്തിന് വിരുദ്ധമായിട്ട് മറ്റൊരു ഉപദേശം കൊടുക്കരുത് എന്നാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതർ ഡോക്ട്രിൻ, നോ അതർ ഡോക്ട്രിൻ, മറ്റൊരു ഉപദേശവും അവിടെ കൊടുക്കാൻ പാടില്ല. പൗലോസ് അപ്പോസ്തലൻ ആണ് എഫെസോസിൽ സഭയെ സ്ഥാപിച്ചത് എന്ന് നമുക്കറിയാമല്ലോ. പൗലോസ് അപ്പോസ്തലൻ അവിടെ പഠിപ്പിച്ചതായ ഉപദേശ സത്യങ്ങളുണ്ട്. ആ ഉപദേശ സത്യങ്ങളല്ലാതെ മറ്റ് യാതൊരു ഉപദേശങ്ങളും സഭയിൽ പഠിപ്പിക്കുവാനായിട്ട് പാടില്ല എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അന്യത ഉപദേശിക്കരുത്. അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച വചനത്തിന് അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിന് വിരുദ്ധമായി ഞങ്ങൾ തന്നെയോ ദൂതന്മാരോ വന്ന് പ്രസംഗിച്ചാൽ ശപിക്കപ്പെട്ടവനെന്നാണ്. അപ്പോൾ ഈ ഉപദേശ വിഷയങ്ങൾ, ദൈവവചനത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശ വിഷയങ്ങളെ അത് തെറ്റായി പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു തെറ്റാണ്. നമുക്ക് അറിയില്ല, ഉറപ്പില്ലാത്തതായിട്ടുള്ള കാര്യം ആ നിലയിൽ നമുക്ക് പറയാം, അതിനെക്കുറിച്ച് സംശയമുണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് പഠിപ്പിക്കാമെന്ന് പറയാം. അതല്ലാതെ അറിയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നാം ആധികാരികമായിട്ട് പറഞ്ഞാൽ അത് വചനത്തോട് കൂട്ടിച്ചേർക്കുന്നതിന് തുല്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പൗലോസ് പുസ്തകം പറയുന്നത്. ഒന്ന്, അന്യത ഉപദേശിക്കരുത്. അതുപോലെ തന്നെ വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്നതായ കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുത്. അപ്പോൾ ഉപദേശിക്കരുത് എന്നും അവിടെ നമുക്ക് കാണാൻ കഴിയും, അതുപോലെ ശ്രദ്ധിക്കരുത് എന്നും കാണാനായിട്ട് കഴിയും. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചതിന് വിരുദ്ധമായി ഉപദേശങ്ങളെ പഠിപ്പിക്കുന്നതായിട്ടുള്ള ചിലര് എഫെസോസിലെ സഭയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിന് ചെവി കൊടുക്കാനായിട്ടും കുറച്ച് ആളുകൾ സഭയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, സഭയിൽ തർക്കങ്ങളായിരുന്നു ഉണ്ടായിരുന്നു. തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകൾ എന്നാണ് പറയുന്നത്. ശുദ്ധമായിട്ടുള്ള ദൈവവചനം അങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ നമ്മെ രസിപ്പിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല. അത് നമ്മെ മുറിവേൽപ്പിക്കുന്നതും നമ്മുടെ മുറിവ് കെട്ടുന്നതും അതുപോലെ തന്നെ നമ്മെ തകർക്കുന്നതുമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് ആർക്കും ഒരു നിലയിലും നമ്മെ ബാധിക്കാത്തതാണ് ദൈവവചന സന്ദേശങ്ങളെങ്കിൽ ഒന്നുകിൽ ആ സന്ദേശത്തിൽ ഗൗരവമായിട്ടുള്ള പ്രശ്നമുണ്ട്, അതല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഗൗരവമായിട്ടുള്ള പ്രശ്നമുണ്ട്. ഓരോ ദൈവവചന സന്ദേശങ്ങളും നമ്മെ ആഴത്തിൽ
നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടത് ആവശ്യമാണ്. ഇന്ന് പലപ്പോഴും നമുക്ക് സഭകളിൽ കാണുവാൻ കഴിയുന്നതായിട്ടുള്ളൊരു കാര്യം, ആരെയും തൊടാതെ ഒന്നിനെക്കുറിച്ചും അങ്ങനെ പ്രത്യേകിച്ച് പരാമർശിക്കാതെ എല്ലാവരെയും രസിപ്പിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും കുറച്ച് കഥകളോ അല്ലെങ്കിൽ സംഭവ കഥകളോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ കുറിച്ചുള്ള ചില കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് എല്ലാവരെയും പ്രീതിപ്പെടുത്തി അവസാനിപ്പിക്കുന്നതായിട്ടുള്ള സന്ദേശങ്ങളാണ് മിക്കവാറും എല്ലാ സഭകളിലും. മനുഷ്യരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന വിധത്തിലുള്ളതായ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ ആളുകൾക്ക് ഇടർച്ചയുണ്ടാകുകയും ഒരുപക്ഷെ പലരും അതിന്മേൽ സഭ വിട്ടുപോവുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് ധാരാളമായിട്ട് കാണാനായിട്ട് കഴിയും. എന്നാൽ ഏതെങ്കിലും ആളുകളെ ഉന്നം വെച്ചുകൊണ്ട് സംസാരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സഭയിൽ പാടില്ലാത്ത കാര്യങ്ങളാണ്. എന്നാൽ അതുപോലെ തന്നെ ആർക്കും ഒന്നും ബാധിക്കാതെ ആരെയും ബാധിക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ സഭയിൽ പ്രസംഗിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പ്രസംഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവികമായിട്ടുള്ള നിയോഗത്താലാണ് പ്രസംഗിക്കുന്നതെങ്കിൽ കേൾക്കാനിരിക്കുന്ന ആളുകൾ അവര് മാനസാന്തരപ്പെടാനുള്ള ഒരു ഹൃദയത്തോടു കൂടി ഇരുന്നാണ് അവർ കേൾക്കുന്നതെങ്കിൽ യാതൊരു വക പ്രശ്നവുമില്ല. എന്നാൽ ദൈവത്തിൽ നിന്നുള്ള നിയോഗം പ്രാപിക്കാതെയും മാനസാന്തരപ്പെടാൻ മനസ്സില്ലാതെയും ഇരിക്കുന്നതായിട്ടുള്ള ആളുകളാണ്, പ്രസംഗിക്കുന്ന ആളുകളാണ് സഭകളിൽ ഉള്ളത് എങ്കിൽ അത് യാതൊരു ഗുണവും ചെയ്യുകയില്ല, അത് വളരെ ദോഷം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഉപദേശിക്കുവാനായിട്ടും പാടില്ല, അന്യത ഉപദേശിക്കുവാനായിട്ടും പാടില്ല. അങ്ങനെ തർക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കെട്ടുകഥകളും ഒക്കെ വംശാവലികളും ഒക്കെ ആയിട്ട് പറഞ്ഞു വരുന്ന ആളുകളെ കേൾക്കാനായിട്ടും പാടില്ല എന്നാണ് ഈ 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു പ്രസക്തി കുറച്ചുകൂടി വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കദോനിയയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. അപ്പോൾ നീ എഫെസോസിലെ സഭയിൽ പോയി അവിടെയുള്ള ആളുകളോടൊക്കെ ഈ ഉപദേശമൊക്കെ കൊടുത്തിട്ട് അവിടുന്ന് അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകുന്ന വഴിക്ക് അങ്ങനെ ഉപദേശമൊക്കെ കൊടുത്തിട്ട് വേണം പോകാൻ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലല്ല, മറിച്ച് എഫെസോസിൽ താമസിക്കണം. അത് മക്കദോനിയയ്ക്ക് പോകുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനോട് പറഞ്ഞതാണ്. അത് കൂടാതെ ഇപ്പോൾ ലേഖനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവവചനത്തെ തെറ്റായി പഠിപ്പിക്കുകയും തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ, അത് ശരിയാക്കണമെങ്കിൽ കേവലം ഒരു പ്രസംഗം കൊണ്ടോ അല്ലെങ്കിൽ കുറച്ചു പേരെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ കുറച്ച് പറഞ്ഞു കൊടുത്തത് കൊണ്ടോ തീരുന്നതായിട്ടുള്ളൊരു വിഷയമല്ല. അത് ഒരുപക്ഷെ ചില കാലം അവിടെ താമസിച്ച് സത്യമായ ഉപദേശത്തെ സംബന്ധിക്കുന്നതായ ബോധ്യങ്ങൾ സഭയിൽ എല്ലാവർക്കും വരുത്തുകയും ആ സത്യ ഉപദേശം പഠിപ്പിക്കുവാനായിട്ട് ആളുകളെ പ്രാപ്തരാക്കുകയും തെറ്റായിട്ടുള്ള ഉപദേശം പഠിപ്പിച്ചിരിക്കുന്നതും തെറ്റായിട്ടുള്ള ഉപദേശം പരന്നിരിക്കുന്നതും ഒക്കെ കറക്റ്റ് ചെയ്ത് അതിനെയൊക്കെ തിരുത്തി എടുക്കുക എന്ന് പറയുന്നത് സമഗ്രമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അവിടെ പോയി താമസിക്കണം എന്ന് പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇതൊരു നിസ്സാരമായ കാര്യമല്ല, ഗൗരവമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളൊരു കാര്യവുമല്ല. അതിന് ഒരല്പം അധ്വാനവും കുറേയേറെ സമയവും ആവശ്യമാണ്. അപ്പോൾ എത്രത്തോളം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഒരാൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നു ചില ആഴ്ചകളോ മാസങ്ങളോ പോലും അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ഉപദേശങ്ങളിൽ നിന്നും വിടുവിച്ച് അവരെ സത്യമായ ഉപദേശത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നാം യഥാർത്ഥത്തിൽ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുകയും ആത്മാവിന്റെ ഉപദേശത്തിന് ചെവി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്, ദൈവത്തെ സത്യമായും പിൻഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് എങ്കിൽ ഇത് അത്ര സമകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതും അതിന്റെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഉപദേശങ്ങൾ അവിടെ എഫെസോസിലുണ്ട്. അത് കുഴപ്പമില്ല എന്നല്ല പൗലോസോട് പറയുന്നത്.
അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളോടുകൂടെ അവരവിടെ ഇരുന്നോട്ടെ, എല്ലാവരും തമ്മിൽ തമ്മിൽ പൊരുത്തപ്പെട്ടാൽ മതി. അതല്ല എങ്കിൽ പൊതുവായി അംഗീകരിക്കാവുന്ന മേഖലകളിൽ അംഗീകരിച്ചുകൊണ്ട് വ്യത്യാസങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവർ ഒരുമിച്ച് പോട്ടെ. അങ്ങനെയൊന്നുമല്ല ദൈവവചനത്തിലെ പ്രമാണങ്ങളെ സംബന്ധിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ന്യായപ്രമാണത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ പോലും ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറിപ്പോവുകയില്ല എന്നാണല്ലോ കർത്താവ് പറഞ്ഞത്. കർത്താവിന്റെ വചനത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റുവാനോ എന്തെങ്കിലും അതിനോട് കൂട്ടുവാനോ നാം തുനിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ദൈവവചനമല്ലാതെ ആകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാമല്ലോ, ഒരു പാലിൽ വിഷം ചേർത്താൽ പിന്നെ നമ്മൾ ആരും ആ വിഷം ചേർത്ത പാലിനെ പാല് എന്ന് വിളിക്കാറില്ല. അതിനെ വിഷമാണ് എന്നേ പറയാറുള്ളൂ. കാരണം പാല് കുടിക്കുന്ന ഗുണമല്ല, മറിച്ച് വിഷം കഴിക്കുന്ന ഗുണമാണ് അത് നാം കുടിച്ചാൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിനെ പാല് എന്ന് പറയാറില്ല, വിഷം എന്നേ പറയാറുള്ളൂ. അതുകൊണ്ടാണ് മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ എന്ന് പത്രോസ് പുസ്തകം ലേഖനം എഴുതുമ്പോൾ പറയുന്നതിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദൈവവചനം അതിന്റെ പൂർണ്ണമായ ശുദ്ധിയിൽ നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതിന് ഉപദേശം അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് മാത്രം പോരാ എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. നാം ധാരാളം സത്യമായിട്ടുള്ള ഉപദേശങ്ങളാണ് ധാരാളം സഭകളിൽ പഠിപ്പിക്കുന്നത് എങ്കിൽ പോലും അത് നമ്മളുടെ ഉള്ളിൽ നമുക്ക് ഒരു വിശ്വാസമായും നമ്മുടെ ഉള്ളിൽ അത് പതിയണമെങ്കിൽ അതിന് നമ്മളിൽ തന്നെ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. വിതക്കാരന്റെ ഉപമയിൽ കർത്താവ് പറഞ്ഞു, നല്ല ഗുണമുള്ള ഹൃദയത്തിൽ വീണ വിത്തുകൾ അത് 100, 60, 30 മേനി വിളഞ്ഞു എന്നാണ്. അപ്പോൾ നാം നല്ല ഗുണമുള്ള ഹൃദയവുമായിട്ട് ഇരിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ദൈവവചനത്തിന്റെ സത്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നാം ഈ കാര്യങ്ങളൊക്കെയും ഏറെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെയുള്ള ആജ്ഞയുടെ ഉദ്ദേശം എന്താണ് എന്ന് പൗലോസ് പുസ്തകത്തിൽ 5-ാമത്തെ വാക്യത്തിൽ നമ്മളോട് സംസാരിക്കുകയാണ് അല്ലെങ്കിൽ എഴുതുകയാണ്. ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. അപ്പോൾ ഇവിടെ ഒരു കൽപ്പനയാണ് പൗലോസ് പുസ്തകത്തിൽ കുറെ ആളുകൾക്ക് കൊടുക്കുന്നത്. ചിലരോട് ഉപദേശിക്കുന്നതിനെ കുറിച്ച് കൽപ്പന കൊടുക്കുന്നു, അങ്ങനെ ഉപദേശിക്കരുതെന്ന് പറയുന്നു. മറ്റു ചിലരോട് നിങ്ങളത് ശ്രദ്ധിക്കരുത് എന്ന് കൽപ്പിക്കുന്നു. അപ്പോൾ ഈ കൽപ്പനയുടെ അല്ലെങ്കിൽ ഈ ആജ്ഞയുടെ പിന്നിലുള്ളതായ വികാരം എന്ന് പറയുന്നത് സ്നേഹമാണ്. അപ്പോൾ സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിട്ടുള്ള കൽപ്പനകളാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവസഭയിൽ ഉണ്ടാകേണ്ടത്. കൽപ്പിക്കുമ്പോൾ ഇന്ന് ലോകത്തിൽ ആളുകൾ സഭകളിലും ഒക്കെ വളരെ ആധികാരികമായിട്ടും അധികാരത്തോടു കൂടിയും പലതും പറയാറുണ്ട്. ഒരുപക്ഷെ നമ്മളായിരുന്ന സഭകളിലൊക്കെ നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. അതല്ല എങ്കിൽ അങ്ങനെ അധികാരത്തോടു കൂടി സംസാരിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ നാം കേട്ടിട്ടുണ്ടാവാം. എന്നാൽ അതിന്റെ പിന്നിലുള്ള കാര്യമെന്ന് പറയുന്നത് സ്നേഹമല്ല എങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നുള്ളതാണ്. സ്നേഹമായിരിക്കണം ഏതൊരു കൽപ്പനയുടെയും അല്ലെങ്കിൽ ഏതൊരു തിരുത്തലിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. അതല്ലാതെ മറ്റ് നമ്മളുടേതായിട്ടുള്ള സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ മേൽ അധികാരം ഉപയോഗിക്കുവാനോ അധികാരം നടത്തുവാനോ അല്ല എങ്കിൽ ആരെയെങ്കിലും രഹസ്യമായോ പരസ്യമായോ ആക്ഷേപിക്കുവാനോ ഒന്നും ആയിരിക്കരുത് നാം ഇങ്ങനെ ദൈവവചനം സന്ദേശങ്ങൾ നൽകുന്നതും അതല്ല എങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നാം സംസാരിക്കുന്നത്. അതൊരിക്കലും അങ്ങനെ സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് ആകുവാനായിട്ട് പാടില്ല. അപ്പോൾ ഇങ്ങനെ സ്നേഹത്തിൽ നിന്നാണത് ഉത്ഭവിക്കേണ്ടത് എങ്കിൽ അങ്ങനെ സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കണമെങ്കിൽ അവരുടെ ജീവിതത്തിലും ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ജീവിതത്തിലെ പ്രത്യേകതകളാണ് ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം. ഈ 3 കാര്യങ്ങൾ
നമ്മളിൽ ഉണ്ട് എങ്കിൽ മാത്രമേ സ്നേഹം തന്നെ നമ്മളിൽ നിന്ന് ഉളവാകുകയുള്ളൂ. അപ്പോൾ ശുദ്ധഹൃദയം, ഹൃദയത്തിൽ കാപട്യമില്ലാതെ, സ്വാർത്ഥതയില്ലാതെ, ഹൃദയത്തെ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ക്രിസ്തുവേശുവിനെ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിച്ച് ആ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതായി നിലനിൽക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള ഒരു ഹൃദയത്തിൽ നിന്ന് മാത്രമേ യഥാർത്ഥത്തിലുള്ളതായ ദൈവസ്നേഹം അതുപോലെ തന്നെ സഹോദര സ്നേഹവും ഉളവാകുവാനായിട്ട് കഴിയുകയുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, പൗലോസ് അപ്പോസ്തലന്റെ ഹൃദയത്തെ കുറിച്ച് പറയുന്നത് ശുദ്ധമായ ഹൃദയം എന്നാണ്. നമ്മളുടെ ഹൃദയത്തെ കുറിച്ച് ദൈവവചനം കേൾക്കുമ്പോഴും ദൈവവചനം പഠിപ്പിക്കുമ്പോഴും അല്ലാത്ത ഏത് സാഹചര്യങ്ങളിലും നമ്മുടെ ഹൃദയത്തെ ശുദ്ധ ഹൃദയമാണ് എന്ന് നമുക്ക് അവകാശപ്പെടുവാനായിട്ട് കഴിയും. ഇനി അവകാശപ്പെടാൻ കഴിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാനായിട്ട് കഴിയും. നിരാശപ്പെടേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവുമില്ല. നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ അന്യമായ യോഗ്യമല്ലാത്ത കാര്യങ്ങളും ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ച് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. നമ്മെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക മാത്രമല്ല, അവിടെ യേശുവിനെ കർത്താവായി നാം വാഴിക്കുകയും ചെയ്യുമ്പോൾ ആ ഹൃദയം ശുദ്ധമായി തുടരുന്നതാണ്. നല്ല മനസാക്ഷി എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സ് നമ്മളോട് പറയുന്നതായിട്ടൊരു സാക്ഷ്യമാണ്. ശരി, തെറ്റ്, ദൈവവചന പ്രകാരമുള്ള അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ആലോചന, ദൈവഹിതം എന്ത് എന്നുള്ളത് നമ്മളുടെ മനസ്സ് നമുക്ക് സാക്ഷി നിൽക്കുന്നതായിട്ടുള്ള കാര്യം. പക്ഷേ നല്ല മനസാക്ഷി നമുക്ക് ഉണ്ടാകണമെങ്കിൽ അതിന് നാം നമ്മുടെ മനസാക്ഷിയെ പരിശീലിപ്പിക്കേണ്ടത് ആവശ്യമാണ്. എന്തിനാലാണ് പരിശീലിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവവചനത്താൽ തന്നെ നാം പരിശീലിപ്പിക്കണം. അത് നമ്മുടെ രൂപാന്തരത്തിന്, ശരിയും തെറ്റും ഒക്കെ മനസ്സിലാകുവാനായിട്ട് നാം രൂപാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്. ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് രൂപാന്തരപ്പെടേണ്ടത് ആവശ്യമാണ് എന്ന് നമുക്ക് അറിയാമല്ലോ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വന്നു എങ്കിൽ മാത്രമേ നല്ല മനസാക്ഷി നമുക്ക് ഉണ്ടാകുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മുടെ മനസ്സ് നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, വളരെ ദുഷ്ടത ചെയ്യുന്നതായിട്ടുള്ള ആളുകള് അവരുടെ മനസാക്ഷിക്ക് അനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട്. പലരും തെറ്റായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അയോഗ്യമായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ ചെയ്തതിനു ശേഷം ഞാൻ എന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു പക്ഷെ നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അവരുടെ മനസാക്ഷിക്ക് അനുസരിച്ചായിരിക്കും അവര് ഇടപെട്ടത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസാക്ഷി ദൈവവചന പ്രകാരം ക്രമീകരിക്കപ്പെട്ടതോ പരിശീലിപ്പിക്കപ്പെട്ടതോ അല്ല എന്നുള്ളതാണ്. ഞാൻ ഒരുപക്ഷെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു ഉദാഹരണമുണ്ട്. വീരപ്പന് വന്യമൃഗങ്ങളെ കൊന്നും ചന്ദനം കടത്തിയും ഈവൻ മനുഷ്യരെ പോലും പോലീസുകാരെയും ഒക്കെ കൊല്ലുന്നത് തന്റെ മനസാക്ഷിക്ക് ഒരിക്കലും വിരുദ്ധമായിരുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ തന്റെ മനസാക്ഷിയെ താൻ പരിശീലിപ്പിച്ചത് മറ്റൊരു വിധത്തിലാണ്. പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി എന്ത് കൊലപാതകവും തട്ടിപ്പും വഞ്ചനയും ചെയ്യാനായിട്ട് കഴിയും, അതിൽ കുഴപ്പമില്ല എന്നുള്ള നിലയിലാണ് താൻ തന്റെ മനസാക്ഷിയെ പരിശീലിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ അദ്ദേഹത്തിന്റെ മനസാക്ഷിക്ക് ഒരു കുഴപ്പവുമില്ല. എന്നാൽ നമുക്കറിയാമല്ലോ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശീലിപ്പിക്കപ്പെട്ട ഒരു മനസാക്ഷിക്ക് മാത്രമേ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സാക്ഷി പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിർവ്യാജമായ വിശ്വാസം എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെ അർത്ഥം നമുക്ക് കാണുവാനായിട്ട് കഴിയും. വ്യാജമായിട്ടുള്ള വിശ്വാസങ്ങളും ഉണ്ട്. ഒരുപക്ഷെ ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നിരിക്കും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എന്റെ വിശ്വാസം നിർവ്യാജമായ വിശ്വാസമാണ്. എപ്പോഴാണ് നമ്മുടെ വിശ്വാസം വ്യാജമാകുന്നത്? നാം നമ്മളുടെ വിശ്വാസം ദൈവവചന പ്രകാരമല്ല എങ്കിൽ, ദൈവവചനത്തിന്റെ സത്യ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മളുടെ വിശ്വാസം നാം വെച്ചിരിക്കുന്നതെങ്കിൽ, ആ വിശ്വാസത്തിൽ നിന്ന് പ്രവർത്തനങ്ങളൊന്നും, വിശ്വാസത്തിന് ഫലമായ പ്രവൃത്തികളൊന്നും അതിൽ നിന്ന് ഉളവാകുന്നില്ല എങ്കിൽ, ആ വിശ്വാസം ദൈവാനുകൂലമായി ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നില്ല എങ്കിൽ, അതൊക്കെ വ്യാജമായിട്ടുള്ള വിശ്വാസമായി തീരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സത്യമായിട്ടുള്ള വിശ്വാസം, നിർമ്മലമായിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത് അത് ദൈവാത്മാവിനാൽ
ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഉളവാകുന്നതും അത് നല്ല പ്രവൃത്തികൾക്ക് കാരണമാകുന്നതുമാണ് എന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളിൽ ഉളവാകുന്നു എങ്കിൽ മാത്രമേ, നമ്മളിൽ ഉണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് നമുക്ക് സ്നേഹം ഉണ്ടാവുകയുള്ളൂ. യഥാർത്ഥത്തിലുള്ളതായ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള സ്നേഹം നമ്മളിൽ നിന്ന് ഉളവാകണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളും നമ്മളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഞാൻ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്, സ്നേഹത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നതായിട്ടുള്ള ആവശ്യം എന്താണ്? നമുക്കറിയാം, നമ്മളെ സ്നേഹിക്കുന്നതായിട്ടുള്ള ആളുകൾ നമ്മെ ശാസിക്കുമ്പോൾ നമുക്ക് അത് അംഗീകരിക്കുവാനും സ്വീകരിക്കുവാനുമായിട്ടുള്ള മനസ്സുണ്ട്. എന്നാൽ നമ്മെ സ്നേഹിക്കാത്ത, നമ്മളോട് വെറുപ്പോ വിദ്വേഷമോ ഉള്ളതായിട്ടുള്ള ആളുകൾ നമ്മെ ശാസിക്കുകയോ നമ്മളോട് എന്തെങ്കിലും കൽപ്പിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാനായിട്ടുള്ള സ്വാഭാവിക ബുദ്ധിമുട്ട് മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്കും വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നാം ഏത് നിലയിലും മറ്റുള്ളവരോട് കൽപ്പിക്കുന്ന, മറ്റുള്ളവരെ ശാസിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ വരുമ്പോൾ അത് സ്നേഹത്തിൽ നിന്ന് ഉളവാകുന്നതും സ്നേഹത്താൽ നിയന്ത്രിക്കപ്പെടുന്നതും അത് സ്നേഹത്തിൽ നിന്നാണ് എന്നുള്ളത് അതിന്റെ കേൾവിക്കാർ മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ്. നമ്മളുടെ ഉള്ളിൽ സ്നേഹമുണ്ട് എന്ന് പറയുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. നാം ശാസിക്കുന്നതായ അല്ലെങ്കിൽ നാം തിരുത്തുന്നതായിട്ടുള്ള ഒരാൾക്ക് അവരുടെ ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ നാം സ്നേഹത്തിൽ നിന്നാണ് അത് ചെയ്യുന്നത് എന്ന് ബോധ്യമാകേണ്ടതും ആവശ്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ തന്റെ ആജ്ഞയുടെ ഉദ്ദേശം അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളെ പറയുന്നത്. സ്നേഹമില്ലാത്തിടത്ത് ഉപദേശത്തിന് ഒരു പ്രസക്തിയുമില്ല. സ്നേഹമില്ലാത്തിടത്ത് കൽപ്പനയ്ക്ക് ഒരു പ്രസക്തിയുമില്ല. സ്നേഹമില്ലാത്തിടത്ത് വിശ്വാസത്തിന് പോലും ഒരു പ്രസക്തിയുമില്ല. മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടെങ്കിലും അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 13 അധ്യായത്തിൽ നാം വായിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം പഠിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് അനുഗ്രഹമായി തീർക്കുമാറാകട്ടെ. അവന്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.